സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, എല്ലാം സുഭിക്ഷമായിരുന്നുവെങ്കിൽ, എല്ലാം ഭദ്രമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമോ? ആരെങ്കിലും വരുമോ? വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോലെ. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കാരണം നാളെ നിങ്ങൾ പറയും, യോബ് പറഞ്ഞതുപോലെ എന്റെ ദുരിതങ്ങൾ ഞാൻ വിസ്മരിച്ചു. നമ്മളോട് പറയാ, നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ഒരു ജലം പോലെ നീ അതിനെ കാണും എന്ന് തീർച്ചയായിട്ടും പറയാനിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെങ്ങനെ സാധിക്കും? അതെങ്ങനെ സാധിക്കും? അനുദപിച്ച്. ഈ സുവിശേഷം എങ്ങനെയാ കേൾക്കേണ്ടത്? കർത്താവ് പറഞ്ഞു എങ്ങനെ കേൾക്കണമെന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാം വചനം പറയുന്നുണ്ട്. എന്താ കർത്താവ് പറഞ്ഞത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദപിച്ച് സുവിശേഷം സ്വീകരിക്കണം. എന്റെ വചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഏശയ്യ 66:2 പറയുന്ന സഹോദരി വായിച്ചു. ഏശയ്യ 66:2. എന്റെ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഹല്ലേലൂയ. എന്താണ് ഈ വിറയല്? എന്റെ വചനം കേൾക്കുമ്പോൾ നിനക്ക് വിറയുണ്ടാകണം, നിന്റെ ഹൃദയം കിടന്ന് തുടിക്കണം. എന്റെ കഴിഞ്ഞ ജീവിതകാലത്തെ കുറിച്ച് നിനക്കൊരു അനുതാപം ഉണ്ടാകണം, ഒരു തീരുമാനമെടുക്കണം, ഒരു പുതിയ ജീവിതം. ഹല്ലേലൂയ. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നീ കാക്ഷിക്കണം, പഴയ പോലെ ഇരിക്കാൻ വേണ്ടിയല്ല. ജോയൽ പ്രവാചകനിലൂടെ പറയുന്നു, എസെക്കിയേൽ പ്രവാചകനിലൂടെ പലരിലൂടെയും പറയുന്നുണ്ട്, നിങ്ങളുടെ കഠിന ഹൃദയം മാറ്റി ഞാനൊരു മാംസമുള്ള ഹൃദയം നിങ്ങൾക്ക് തരും, ഒരു അനുകമ്പയുള്ള ഒരു ഹൃദയം. കാരണം കർത്താവിന്റെ ഹൃദയം അനുകമ്പയുള്ളതാണ്, അത് കരുണയുള്ള ഹൃദയമാണ്. ഈ ഹൃദയം നമ്മളിൽ നിവേശിപ്പിക്കുന്നതാണ് കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ. ഹല്ലേലൂയ. കഠിന ഹൃദയം മാറ്റി. ഈ കഠിന ഹൃദയത്തിന് പല കാരണങ്ങളുണ്ട്. വിശ്വാസരാഹിത്യം മൂലം അവരുടെ ഹൃദയകാഠിന്യത്തെ കർത്താവ് ശാസിച്ചു എന്ന് പറയുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ. താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാതിരുന്നാൽ അവരുടെ ഹൃദയകാഠിന്യത്തെ അവൻ കുറ്റപ്പെടുത്തി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റോ കർത്താവിന്റെ ഒപ്പം. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം 1-ാം വചനം സഹോദരി വായിക്കട്ടെ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വചനം ഉറക്കെ വായിച്ചേ. കൊളോസ്യസ്. ഞാൻ വായിക്കുന്നത് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ വായിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് വേണം, കാരണം നൈറ്റ് വിജിലൊക്കെ സംഭവിക്കാം, ഉറങ്ങിപ്പോകരുത്. 3:1. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉറപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കും. ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തുവിനോടൊപ്പം ഏറ്റു പറഞ്ഞേ. ക്രിസ്തുവിനോടൊപ്പം ഏറ്റു പറഞ്ഞേ ഉറക്കെ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഏറ്റു പറ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുക. നമ്മുടെ കർത്താവ് എവിടെ വസിക്കുന്നത്? പിതാവിന്റെ വലത്തുഭാഗത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ മാത്രമായ പിതാവേ. നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് 31-ാം അധ്യായം 32-ാം അധ്യായത്തില് കർത്താവ് പാറയാകുന്നു, അവിടുന്ന് തിന്മ എന്തെന്നറിയാത്തവനാണ്. ഹല്ലേലൂയ. ഒരു തിന്മയും അറിയാത്തവൻ, ലേശമേറ്റാത്തവൻ, അവൻ നന്മ സ്വരൂപനാണ്. ഹല്ലേലൂയ. ഈ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവൻ ആരാണ്? നന്മ തന്നെയായവൻ. ഹല്ലേലൂയ. തിന്മയില്ലാത്തവൻ, നന്മ മാത്രമായവൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആരാണ്? വാക്കിനകത്ത് തന്നെ അർത്ഥമുണ്ട്. ആരാണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധൻ? ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധിയിലേക്ക് വരുവാൻ കർത്താവിന്റെ വചനം നമ്മളോട് പറയുകയാണ്. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു. എബ്രായർ 12:15. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിട്ട് തീർന്നു. സഹോദരി, എനിക്ക് വിദ്വേഷമില്ല എന്ന് പറയരുത്. വിദ്വേഷത്തിന്റെ വേരെന്താണെന്ന് അറിയാമോ?
വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുക. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് നിങ്ങൾ മലിനരാകും. നീരസം, എനിക്ക് വെറുപ്പില്ല, എനിക്ക് വിദ്വേഷമില്ല, നീരസമുണ്ടെങ്കിൽ. ഇനി നമ്മൾ കടക്കുകയാണ് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിലേക്ക് വരാം. 5-ാം അധ്യായത്തിന്റെ 23-ാം വചനം. ബലിയർപ്പിക്കാൻ വന്നവരല്ലേ നമ്മൾ? നമ്മുടെ ജീവിതം തന്നെ ഒരു ബലിയല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിത ബലിയിൽ എന്തുകൊണ്ട് നമുക്ക് പരാജയം സംഭവിക്കുന്നു? നമ്മൾ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട് നന്മയാണെന്നും പറഞ്ഞു, പക്ഷെ പല കാര്യങ്ങളും നന്മയാകുന്നില്ല, ഫെയിലാകുക, പരാജയപ്പെടുക. നമ്മൾ എന്തുകൊണ്ട്? കർത്താവിന്റെ യഥാർത്ഥ ബലിയർപ്പണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ജീവിതം ബലി പരാജയമാകുന്നുണ്ട്. കാരണം നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23-ാം വചനം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ഇത് സഹോദരങ്ങളെ ഒരു കോംപ്രമൈസും ഇല്ല. സഹോദരനുമായിട്ട് രമ്യപ്പെടണം. വേറെ ഒന്നും നടക്കത്തില്ല. ഞാൻ അച്ഛനോട് പറയില്ല, അച്ഛൻ നിങ്ങളെ കൊണ്ടുവന്ന് 13 ദിവസം വന്നിരിക്കാൻ പറഞ്ഞതിന്റെ കാര്യം, നിങ്ങളവിടെ പോയി 13 ദിവസം ഇരിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ അത് ഞങ്ങളോട് കർത്താവ് ചോദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാ സഹോദരനോട് ക്ഷമിക്കേണ്ടത്? എങ്ങനെ ക്ഷമിക്കണമെന്നാ പറഞ്ഞത്? ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്ന ആണ് ഇത്. കാരണം ഇത് റിലേ ചെയ്യുന്നുണ്ട് യൂട്യൂബിലൂടെ, എനിക്കറിയാം. പക്ഷെ ഇത് ഫലം പുറപ്പെടുവിക്കാതെ പോകരുത്. ഇത് കേൾക്കുന്നവരും ഫലം നഷ്ടപ്പെട്ടു പോകരുത്. അതിനുവേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി കർത്താവ് പറയുകയാണ്. അത് നമ്മൾ വായിച്ചു കേട്ടു, കുറിച്ചെടുത്തുകൊള്ളുക വേണമെങ്കിൽ. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ. ഓർക്കണം, ബലിയർപ്പിക്കാൻ വരുമ്പോൾ എന്താണ് ഓർമ്മ? ആർജനം, അനുദപിച്ചിട്ട് വരണം. അവിടെ കയറുന്നതിന് മുമ്പ് നീ അനുദപിച്ചിട്ട് കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റു പറയണം. ഈ പാപം ഏറ്റു പറയുമ്പോൾ അതിനു മുമ്പോൾ ഒരു പ്രക്രിയയായത്, പല സ്റ്റെപ്പുകളാണ്, വലിയ വ്യവസ്ഥകളല്ല ഇത്. പക്ഷെ നിന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എത്ര തപസ് കിടന്നാലും എത്ര ഉരുണ്ടു മറിഞ്ഞു പോയാലും സഹോദരനോട് രമ്യതപ്പെടാതെ നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. കർത്താവ്, നിന്റെ ബലി എനിക്ക് വേണ്ട. എനിക്ക് സഹോദരങ്ങളെ, എനിക്ക് പോളിഷ് അടിച്ച് വർത്താനം പറയാൻ അറിയത്തില്ല. എന്നോട് കർത്താവ് ഈ വചനം താക്കീതായിട്ടാണ് എനിക്ക് തരുന്നത്. യെസക്കീലിന്റെ 33:7 എടുത്ത് എനിക്ക് ഇന്നലെ മടിയത്തച്ഛൻ എടുത്തു തന്ന സന്ദേശമാണ്. ഈ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നെടുങ്കുന്ന സോണില്, സബ് സോണിൽ ഏതാണ്ട് 15-16 ഇടവകകളുണ്ട്. അവിടെ ഞാൻ പോയി എന്റെ ശുശ്രൂഷ വേണ്ടവണ്ണം ചെയ്യാത്തതിന് ഇന്നലെ അച്ഛൻ എനിക്ക് എടുത്തുന്ന സന്ദേശമാണിത്. നിങ്ങളൊന്ന് വായിച്ചു കേട്ടേ. യെസക്കീൽ 33:7 കേട്ടേ. എനിക്ക് കർത്താവ് തന്ന സന്ദേശമാണ് ആ അഭിഷിക്തനിലൂടെ. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എന്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്റെ താക്കീത് അവരെ അറിയിക്കും. മനുഷ്യപുത്രൻ നമ്മുടെ പ്രവാചകൻ വിളിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഞാൻ ആരാണ്? യേശുക്രിസ്തുവിന്റെ. എബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിന്റെ സഹോദരനാണ്, നമ്മുടെ മൂത്തജ്യേഷ്ഠനായിട്ടാണ് നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്. പിതാവ് അയച്ച പുത്രൻ. അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് കൊടുത്തു. തന്നെ സ്വീകരിച്ചിരിക്കുന്നവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കൃപ കൊടുത്തു, കഴിവ് കൊടുത്തു. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരൊക്കെ ആരായി? ദൈവമക്കളായെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആരാണ് ഞാൻ എന്റെ ഭാവനയിൽ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ ദാസരെന്ന് ഇനി മേലെ വിളിക്കത്തില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാനെല്ലാം നിങ്ങളോട് പറഞ്ഞു, കാരണം നിങ്ങൾ എന്നെ സ്നേഹിതരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കർത്താവ് എന്റെ സ്നേഹിതനായിട്ടാണ് ഈശോ സ്വീകരിച്ചത്. ഈശോയുടെ സഹോദരനായിട്ട് നമ്മൾ ആ സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തിയത്. പരിശുദ്ധനായവന്റെ സഹോദരൻ. ഞാൻ പരിശുദ്ധനായിരിക്കണം, ഞാൻ നിർമ്മല ഹൃദയമുള്ളവനായിരിക്കണം. സാത്താൻ നമുക്ക് എഴുതിയിരിക്കുന്ന കെണിയാണ് ഈ നമ്മുടെ സഹോദരനോട് രമ്യതപ്പെടാത്ത അവസ്ഥ. ഈ അവസ്ഥയിലേക്ക് കടന്നു വരാതെ കൊണ്ട് മാമോദിസ സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഊറ്റം കൊള്ളുകയാണ്, ഞാൻ ശൈലീലേപനം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ, സഹോദര, പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ എന്നിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി, പ്രവർത്തന നിരതനാകാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ എന്റെ ജീവിതം നടക്കത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ ഒരു ഉദാഹരണം. ഒരു വാഹനം മേടിച്ചു, ഒരു കാറ് മേടിച്ചു, എന്തൊക്കെ വേണം അത് ഓടണമെങ്കിൽ?
ഒരു കാർ മേടിച്ചിട്ടുകൊണ്ട് മാത്രം അത് നമുക്ക് ഉപകാരം ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് കാശ് മുടക്കിയത് മാത്രമേ വേണ്ടൂ. എന്നാൽ എന്ത് വേണം? ഗിയറുള്ള വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഗിയർ പുഷ് ചെയ്യണം, അല്ലേ? ആക്സിലേഷൻ കൊടുക്കണം. അപ്പോഴത് പ്രവർത്തന നിരതമാകും. പോട്ടെ, ഗിയർ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ എന്ത് കൊടുക്കണം? ആക്സിലേഷൻ കൊടുക്കണം സ്റ്റാർട്ട് ആക്കിയിട്ട്. അല്ലാതെ അത് പ്രവർത്തിക്കത്തില്ല. ഇത് പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ശക്തി എന്നിൽ നിറയണമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്റെ ദൈവത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എഴുന്നേറ്റ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം. എന്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. ആ പിതാവിന്, പുത്രന്, പരിശുദ്ധാത്മാവിന് മാറ്റമില്ല. പരിശുദ്ധാത്മാവ് കർമ്മനിരതനായി പത്രോസിൽ വന്നപ്പോൾ അതിനു മുമ്പൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, അല്ലേ? എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്, എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഈഴവ സഹോദരങ്ങളെ മരിച്ചു കിടന്ന് ഒരു മരണത്തിന് ഞാൻ പോയപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ ആത്മാവിനെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആത്മാവിന് പ്രവർത്തന നിരതനാകണം. ഈ ആത്മാവ് എന്നിൽ പ്രവർത്തന നിരതനാകാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് പിടിച്ചേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, റൂഹായേ, റൂഹായേ, എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ പ്രവർത്തിക്കണമേ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനിലൂടെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേക നിറവേ എന്നിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ സാധിക്കുക? പരിശുദ്ധാത്മാവിനിൽ നിറഞ്ഞ് കവിയണം, അല്ലേ? എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. എപ്പോഴാണ്? കവിഞ്ഞൊഴുകുമ്പോഴേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൻ മാതാപിതാക്കളോ മക്കൾക്ക് വേണ്ടി കരഞ്ഞുണ്ടെങ്കിൽ മക്കൾക്ക് കൊടുക്കേണ്ടത് എന്തായിരുന്നു? മക്കൾക്ക് കൊടുക്കേണ്ടത് എന്തായിരുന്നു? പരിശുദ്ധാത്മാവിനെ കൊടുക്കണം. ജീവിത പങ്കാളിക്ക് എന്ത് കൊടുക്കണം? പരിശുദ്ധാത്മാവിനെ കൊടുക്കണം. പരിശുദ്ധാത്മാവിനെ കൊടുക്കാതെ കണ്ട സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിൽ ഞാൻ നിറഞ്ഞ കവിയണം. ഈ പരിശുദ്ധാത്മാവിലുള്ള നിറഞ്ഞ കവിയിൽ എന്നിൽ ഇല്ലെങ്കിൽ എനിക്ക് സാധ്യമല്ല. ഈ പരിശുദ്ധാത്മാവിന് എത്രമാത്രം എന്നിൽ നിറഞ്ഞ കവിയണം, എന്നാലേ എന്റെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് എനിക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കൊടുക്കലിന്റെ അടയാളം എന്താണെന്ന് അറിയാമോ? സന്തോഷം പ്രസാദപരത്തിൽ ഇരുന്നുകൊണ്ട് മക്കളോട്, മോനെ പരിശുദ്ധാത്മാവിനെ നീ എത്രത്തോളം സ്വീകരിച്ചു? നമ്മളത് ആത്മശോധന ചെയ്ത് നോക്കിയേ. എന്നിലെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എത്രമാത്രമുണ്ട്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇരിക്കുന്ന വ്യക്തിയാണ് മുമ്പേ ആദ്യം നമ്മൾ പറഞ്ഞത് സ്തുതിക്കാൻ സാധിക്കുന്ന വ്യക്തി. ആരാണ്? കർത്താവിൽ ആനന്ദിക്കുവാൻ സാധിക്കുന്ന വ്യക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് ഈ ആനന്ദം തന്നത്? പരിശുദ്ധ ഉറക്കപ്പറ, ഉറക്കെ മൈക്കിൽ കൂടെ ഉറക്കപ്പറ സഹോദരി. പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് സ്തുതിപ്പിക്കുന്നത്. നീ സ്തുതിക്കണം, ഹൃദയം തുറന്ന് സ്തുതിക്കണം. എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസം നീ ഏറ്റു പറയാൻ തയ്യാറാണോ? അതല്ലേ റോമാക്കാർക്ക് എഴുതിയ 10-ാം അധ്യായത്തിന്റെ 9-ാം തിരുവചനം പഠിപ്പിക്കും. 9-ഉം 10-ഉം എന്താ പഠിപ്പിക്കുന്നത്? ആകയാൽ യേശു കർത്താവാകുന്നുവെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ഹല്ലേലൂയ, അധരം കൊണ്ട് ഏറ്റു പറയണം. വാ വിളിച്ചു പറയണം. നാക്ക് വായിലിട്ടിട്ട് വാളിച്ചു കൂട്ടാൻ ഒക്കത്തില്ല. അതാണ് ഇന്ന് 2.5% നിൽക്കുന്നത്. സാക്ഷ്യ ജീവിതമാകണം. നമ്മളെ കണ്ടിട്ട് എന്തുകൊണ്ട് നമ്മൾ സാക്ഷ്യമായി മാറുന്നില്ല? എന്തുകൊണ്ട് 2% നിൽക്കുന്നു? നമ്മൾ പരസ്പരം ക്ഷമിച്ചിട്ടില്ല. അവിടെ സാത്താൻ മുതലെടുത്തിട്ടുണ്ട്. സ്നേഹത്തിന് വിരുദ്ധമായ ഒരു അവസ്ഥ നമ്മളിലുണ്ട്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതാണ്. അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾക്ക് അജ്ഞാതമല്ലല്ലോ. അവന്റെ തന്ത്രം ഇപ്പൊ മനസ്സിലായോ? അവന്റെ തന്ത്രം മനസ്സിലായെങ്കിൽ ഒന്ന് കര ഉയർത്തുന്നു സ്തുതിച്ചേ. ആ സ്തുതിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാനുള്ള കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്മാനങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഒരാളോട് വിരോധമുണ്ടെന്ന് നമ്മൾ തോന്നിയാൽ ബലിവസ്തു താഴെ വെച്ചിട്ട് വരും. അടുത്തത് പറയുകയാണ് ഞാൻ വീണ്ടും മാർക്കോസ് എഴുതിയപ്പോൾ ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം, ആരോടെങ്കിലും, സഹോദരൻ എന്നാ പറഞ്ഞ ആദ്യല്ലേ? ആരാ സഹോദരൻ? എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. ലോകം മുഴുവനുള്ള 750 കോടി ജനവും, എത്ര എനിക്കറിയത്തില്ല, എക്സാക്ട് എമൗണ്ട് അറിയത്തില്ല, എത്രയുണ്ടോ അത്രയും ക്ഷമിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടണം. ലോകം മുഴുവനിലേക്കും ഇവിടെ നിന്നുള്ള പ്രാർത്ഥന പോവും. ഹല്ലേലൂയ. ഇവിടെ ദിവികാരന്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന പകല് നടത്തുന്നുണ്ട്. ഈ ദിവികാരന്റെ സന്നിധിയിൽ നമ്മൾ വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയപൂർവ്വം നിന്റെ സഹോദരനോട് ക്ഷമിക്കണം. സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അമ്മ പെറ്റ മക്കള് മാത്രമല്ല കേട്ടോ. ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചപ്പോൾ, ആരാണ് എന്റെ അയൽക്കാരൻ ചോദിച്ചപ്പോൾ കർത്താവ് ഉപമയിലൂടെ പറഞ്ഞു കൊടുത്തില്ലേ? ആരായിരുന്നു? സമറിയാക്കാരും യഹൂദനും തമ്മിൽ ശത്രുത്വം ഉണ്ടായിട്ടും ആ യഹൂദന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കർത്താവ് ഉപമയിലൂടെ പറഞ്ഞ വഴിയിൽ വീണ് കിടന്ന കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് കിടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആരാ പോയി സുഖപ്പെടുത്തിയത്? വിചാരിയനായിരുന്ന സമറിയാക്കാരൻ. ഹല്ലേലൂയ. അവര് തമ്മിൽ ബന്ധമൊന്നുമില്ലായിരുന്നു. നിങ്ങൾ അത് സമറിയാക്കാരന്റെ സ്ത്രീയുടെ സംഭാഷണം, ഈശോയുടെ സംഭാഷണം കേൾക്കുമ്പോൾ അറിയാം, യഹൂദനും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. ഒരു ബന്ധവുമില്ലാത്തവർ. കർത്താവ് അതാണ് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവരെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. ആയോ? ആകണമെങ്കിൽ എന്ത് വേണം? ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം ക്ഷമിച്ച് സ്നേഹിക്കണം. അവന്റെ അനുഗ്രഹം ആഗ്രഹിച്ചിരിക്കണം. ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറയാൻ പഠിപ്പിക്കുക. മോശം പറഞ്ഞായിരുന്നു, എന്തായിരുന്നു പറഞ്ഞത്? ശത്രുക്കളെ ദ്വേഷിക്കുക, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്നൊക്കെ അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം ഒരു നിയമം കൊടുത്തു. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 4-ാം വചനം. സഹോദര, മോശ വഴി കൊടുക്കുന്ന ആ പ്രവചനം നമുക്ക് കേൾക്കാം. നമുക്ക് അല്പനേരം നിൽക്കരുതോ? ചിലർ നോക്കുന്നത് പോലെ കണ്ടു, അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കാക്ക കുത്തിക്കൊണ്ട് പോകരുത്. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 4-ാം വചനം എന്ത് ചെയ്യണമെന്ന് പറയുക. നമ്മൾ ആദ്യം കേട്ടു, നിങ്ങൾക്ക് അവനോട് പിണക്കില്ല എന്ന് അവന് ബോധ്യം വരണം. അതെ, അവനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് അവന് ബോധ്യം കൊടുക്കണം. ആർക്കാ? നിങ്ങളെ ദ്രോഹിച്ചവരോട്. നമ്മളോടാ പറഞ്ഞത് കേട്ടോ. നമ്മളിത് അനുഭവമാക്കി കൊടുത്തിട്ട് വേണം മറ്റുള്ളവരോട് പറയുമ്പോൾ ക്രിസ്തുവാണ് ഏകരക്ഷകൻ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം ക്രിസ്തുവിന്റെ വചനമാണ്. 23:4. ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റി പോകുന്നത് കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. എന്താ ചെയ്യണം? ശത്രുവിന്റെ കാളയാ കേട്ടോ. ആരുടെ? സ്നേഹിതന്റെ കാളയോ കഴുതിയോ അല്ല. കേട്ടോ? എന്താണ്? ശത്രുവിന്റെ കാളയോ കഴുതിയോ വഴിതെറ്റി പോകുന്നത് കണ്ടോ? മക്കളെ, വഴിതെറ്റി പോകുന്ന മക്കൾ, അവൻ പോകട്ടെ, അവൻ അത് അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പിശാചന്റെ വചനമാണ്. എന്നെ ദ്രോഹിച്ചവന്റെ ഒരു വീഴ്ച വന്ന പോലെ ഒരു വന്നപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഓടിച്ചെല്ലണം. ഞാൻ ഓടിച്ചത് അന്നത്തെ അവന്റെ ധനാമക മാർഗമായിരുന്നു. അത് ഒന്ന് പറഞ്ഞേ സഹോദരി, ശത്രുവിന്റെ കാളയോ കഴുതിയോ വഴിതെറ്റി പോകുന്നത് കണ്ടാൽ നീ അതിനെ അവന്റെ അടുക്കൽ കൊണ്ടേൽപ്പിക്കണം. നിന്നെ വെറുക്കുന്നവന്റെ കഴുത കേട്ടോ, നിന്നെ വെറുക്കുന്നവന്റെ കഴുത ചുമടിന് കീഴെ വീണ് കിടക്കുന്നത് കണ്ടോ? ചുമടിന് കീഴെ കണ്ടോ? ഒരു സഹായത്തിന് ആരുമില്ല. ഭാരം, കഠിനഭാരമായിട്ട് അവന്റെ ധനാഗമ മാർഗം. അവന്റെ കഴുത, എന്നെ വെറുക്കുന്നവന്റെ കഴുത വീണ് കിടക്കുന്നു. എന്ത് ചെയ്യണം? നീ കടന്നു പോകരുത്. അതിനെ എഴുന്നേൽപ്പിക്കുവാൻ ആരെ സഹായിക്കണം? എന്നെ വേദനിപ്പിച്ചവനെ സഹായിക്കണം. ഹല്ലേലൂയ. കരങ്ങളെ സ്തുതിച്ചേ ഹല്ലേലൂയ. ഇപ്രകാരം കർത്താവേ, അങ്ങയുടെ മക്കളെ ഞാൻ തയ്യാറാണ്. ഞാൻ പറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം കൂടി പറയട്ടെ. ഇരിക്കും, ഒന്ന് ഉഷാറായിട്ടൊന്നിരുന്നേ. ക്ഷമിക്കണമോ വേണ്ടായോ എന്ന് തീരുമാനം നിങ്ങൾക്ക് വിട്ടു തരിക. കാരണം കർത്താവിന്റെ അനുഗ്രഹം എനിക്ക് വേണമോ വേണ്ടായോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുക.
എനിക്ക് ഏത് വേണമെന്ന് തീരുമാനിച്ചു കൊള്ളുക. നിന്റെ പ്രാർത്ഥന കർത്താവിന് സ്വീകാര്യമാകണമെന്ന് നിശ്ചയിച്ചു കൊള്ളുക. നിന്റെ ഉപസാരം നല്ല ഉപസാരമാകണമെങ്കിൽ, നിന്റെ ബലി നല്ല ബലിയാകണമെങ്കിൽ, സ്വീകാര്യമായ ബലിയാകണമെങ്കിൽ നിന്റെ പാപങ്ങളൊക്കെയും കർത്താവ് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളോട് ക്ഷമിക്കുന്നില്ല. പഠിപ്പിച്ച പ്രാർത്ഥനയിലും കർത്താവ് തന്നെ പ്രാർത്ഥിപ്പിച്ചു. പിതാവേ, ആരുടെ പിതാവാണ്? സ്വന്തം പുത്രന്റെ പിതാവേ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്, കണ്ടോ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമെങ്കിൽ, അടുത്തത് പറയാ, അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്നിട്ട് പറഞ്ഞിരുന്ന സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ നിന്റെ പ്രാർത്ഥനയും കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം പഠിക്കുക, പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവിന്റെ ഈ സന്ദേശം തന്നത്. കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന മേഖലയാണ് ക്ഷമിക്കാത്ത, അനുരഞ്ജനപ്പെടാത്ത മേഖല. തിരുബലി അർപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. എന്താ പ്രാർത്ഥിക്കുക? അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു ഒരു പുതിയ ഹൃദയം. പ്രവാചകനിലൂടെ പറഞ്ഞതാണ്, ഒരു പുതിയ ഹൃദയത്തിനെ ഞാൻ ക്ഷമിക്കും. അത് കിട്ടണമെങ്കിൽ അനുരഞ്ജിതരായി തീരണം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു ഒരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമോട് ഈ യാഗം തിരുവുമ്പാകയാണ്. ഗുരുവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ഇപ്രകാരം, അതാണ് കർത്താവിന് സ്വീകാര്യമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. കർത്താവ് ഇപ്രകാരം പറഞ്ഞമാതി ശുശ്രൂഷ ചെയ്യണം. ആർക്കാണ് സമാധാനം കൊടുത്തത്? ഖുർആൻ പുസ്തകത്തിൽ എടുത്ത് നോക്കിക്കേ. ആർക്കാണ് ഭൂമിയിൽ കർത്താവ് സമാധാനം? ഭൂമിയിൽ നീ എവിടെയായിരുന്നാലും നിനക്ക് സമാധാനവും പ്രത്യാശയൊക്കെ പറഞ്ഞത് എവിടെ മക്കളെ പറഞ്ഞത്? ഖുർആൻ പുസ്തകത്തിൽ ആര്യമാണ് അത്യുന്നതമായ സ്വർലോകത്തിൽ, അല്ലേ? ആ പാട്ടിന് ശേഷം പറയാ, ഭൂമിയിലെങ്ങും ഉള്ളവർക്കെല്ലാം സമാധാനം. അതാര് പറഞ്ഞതാണെന്ന് അറിയാമോ? മാലാഖമാരിലൂടെ നമുക്ക് തന്ന വചനമാണ്. ഹല്ലേലൂയ. പ്രവാചകരിലൂടെ സംസാരിച്ചു, മോശയോടെ സംസാരിച്ചു, രാജാക്കന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ സംസാരിച്ചു, മാലാഖാവർ നാട്ടുകന്മാരോട് സംസാരിച്ചു, പുത്രനായ ഈശോ തന്നെ വന്ന് സംസാരിച്ചു. ഇനി ആരും സംസാരിക്കാനില്ല. സഭയിലൂടെ നമുക്ക് വ്യാഖ്യാനങ്ങൾ തന്നുകൊണ്ടിരിക്കും. സഭയുടെ പ്രബോധനങ്ങൾ എവിടെയാ? സഭയ്ക്ക് അധികാരം, സഭയ്ക്കാണ് പ്രബോധനം തരുവാനുള്ള അധികാരം. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ അഭിഷിക്തം നിർത്തിയതാണ്. അച്ഛൻ ഇവിടെ വന്നുകൊണ്ട് ധൂപാർപ്പണ പ്രാർത്ഥന നടത്തുമ്പോഴും, വിശുദ്ധീകരണം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും, നെറ്റിയിൽ തൈലാഭിഷേകം നടത്തുമ്പോഴും, എന്റെ സഹോദര സഹോദരി, എന്റെ കൃത്യമായ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഒരുവൻ പോലും നഷ്ടത്തിൽ പോകരുത്, എല്ലാവർക്കും ആ കൃപ കിട്ടണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള കൃപ കർത്താവ് തന്നിട്ടുണ്ട് പലർക്കും, അല്ലേ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള കൃപ കർത്താവ് തന്നിട്ടുണ്ട്. അതാണ് ആ കൃപയാണ്. ഞാൻ അഹങ്കാരം പറഞ്ഞില്ല. ധ്യാനിപ്പിച്ച ഗുരുവിനോട് പറഞ്ഞു, ഇന്ന് ധ്യാനം തീർന്ന ഗുരുവിനോട് പറഞ്ഞു, എത്രയോ ദാനവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്, ധൈര്യമായിട്ട് പൊക്കോളാം. അതാണ് അന്ന് ധ്യാനം കൂടിയതിന്റെ അനുഭവം. എന്നെ വിളിച്ചതിന്റെ കർത്താവ് അച്ഛനിലൂടെ എന്നെ വിളിച്ചതാ, മോനെ നീ ഒന്നോടെ വന്നുകൂടെ, വിളി നിരസിക്കരുത് എന്നോട് ഇവിടുത്തെ അച്ഛൻ പറഞ്ഞു. ഞാൻ 2014 റിട്ടേൺ ആവട്ടെ, ഞാൻ 2012 1 ലക്ഷത്തോളം രൂപ ശമ്പളം ഉണ്ടായിരുന്ന ഞാന് എന്റെ സമാധാനം തകർന്നു. അന്ന് ഞാൻ പോകും പരിശുദ്ധ വികാരത്തിന് മുമ്പിൽ, ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. 24 ഓഫീസർമാരിരുന്ന് ജോലി നടത്തി, വെറും 2 പേര് മാനേജ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നോക്കണം, പലവിധ രോഗങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ടു. എന്റെ അന്ന് പോകുമ്പോഴും ആലപ്പുഴ കല്ലുപാലത്തിനടുത്തുള്ള ശ്രീവാപ്പള്ളിയിൽ കയറിയിരുന്ന നിത്യാരാധന കപ്പളയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ദിവികാരണത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകും. ശക്തി കർത്താവ്. പക്ഷെങ്കിൽ ഞാൻ വിടാൻ തീരുമാനമെടുത്തു. ആ നാളിൽ അത് എനിക്ക് വേണ്ടിയായിരുന്നു ഞാൻ മനസ്സിലാക്കി. കാരണം 1 2 പേര് 1 2 കത്തോലിക്കരെ ഒഴിച്ച് ബാക്കി ആരും വോളണ്ടിയർ എടുത്തില്ല.
കാരണം ഞങ്ങളുടെ വേദന വളരെ വലുതായിരുന്നു. ഈസ്റ്റർ ഞായറാഴ്ചകളിൽ പോലും, അതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്, ഈസ്റ്റർ ഞായറാഴ്ചകളിൽ ക്രിസ്ത്യാനിയെ വിളിച്ചിരുത്തി ജോലി ചെയ്യുവാൻ പറഞ്ഞു. ഓവർ ടൈം, 3 ഇരട്ടി ഓവർ ടൈം. ഞാൻ നേതാക്കന്മാരോട് പറഞ്ഞു, ഞാൻ വരത്തില്ല, എനിക്കിരിക്കുന്നത് അതെന്റെ കർത്താവിന്റെ ദിവസമാണ്, എന്റെ കർത്താവ് ഉയർന്നേറ്റ ദിവസമാണ്, നീ പോടാ, നീ പോവും, നിനക്ക് ഈ കാശ് വേണ്ടെങ്കിൽ നീ പോവും എന്നോട് പറഞ്ഞത് 1-ാം ക്ലാസ് കത്തോലിക്കൻ. അവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടില്ല. അതിന്റെ ദേഷ്യം ഒരണിവരൽ ഇറക്കിയിട്ടില്ല അവരെ. പല ദിവസങ്ങളിൽ, ഞായറാഴ്ചകളിൽ പല ദിവസങ്ങളിൽ പോകേണ്ടി വന്നപ്പോൾ, വിളിച്ചപ്പോൾ, നിർബന്ധമായിട്ട് വിളിച്ചപ്പോൾ ദേവാലയത്തിലൊക്കെ പോയിട്ട് പോയി. പക്ഷെ കർത്താവിന്റെ ദിവസം, സഹോദരങ്ങളെ, ആരെങ്കിലും പരിശുദ്ധ കുർബാന മുടക്കിയിട്ടുണ്ടെങ്കിൽ, കൂദാശ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് പറയട്ടെ, കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കത്തില്ല. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും എന്നാണ് തിരുവചനം പറയുക. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കാറ്റഗിസിസ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഉള്ളവന്റെ ഭവനം അതിവേഗം ഐശ്വര്യം പ്രാപിക്കും. നെഗറ്റീവായിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ. ഞാൻ പോസിറ്റീവായിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. പിള്ളേർക്ക് അത് വിഷമമായിട്ട് തോന്നാതിരിക്കാൻ. മക്കളെ, ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഞാനത് നിങ്ങളോട് ഇങ്ങനെയാ പറഞ്ഞിരുന്നത്. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഉള്ളവന്റെ ഭവനം, ഇല്ലാത്തവന്റെ ഭവനം നശിച്ചു പോകുമെന്ന് നിർവചനം നമ്മളോട് പറയുക. അതാ ഞാൻ പോസിറ്റീവായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ആരും നിരാശയുടെ കൈവേറി പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണുകൊണ്ട് കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയുകയാണ്, കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കുന്നു, തന്നെ നോക്കുന്ന അന്വേഷിക്കുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ? തന്നെ അന്വേഷിക്കുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് നോക്കുക. ഇപ്രകാരം നോക്കുന്നവനാണ് വിവേകി. ഹല്ലേലൂയ. ഇന്നൊരു വിവരം കിട്ടിയോ? ക്ഷമിക്കാൻ ഞാൻ നിന്റെ കാര്യം നടക്കത്തില്ല, കർത്താവ് പുറകെയായിരിക്കും. കർത്താവിന്റെ വചനമാണ് ഇത്. സാത്താൻ നമ്മളെ കബളിപ്പിക്കുന്ന വേലയാണ്. രമ്യതപ്പെട്ടുകൊള്ളുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാം അധ്യായം 19-20 സമയമായതുകൊണ്ട് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ, പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടു കൊടുക്കുക. കർത്താവ് ഏറ്റെടുത്തു. നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ കർത്താവ് ബാക്കി കാര്യം ഏറ്റു. എന്ത് ചെയ്യും? എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അവരോട് ചെയ്യുന്നു. ആരും പ്രതികാരം ചെയ്യാൻ നോക്കണ്ട കേട്ടോ. ക്ഷമിക്കുമ്പോൾ കർത്താവ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എങ്ങനെയാണെന്ന് അറിയാമോ? മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് ഭക്ഷിക്കാനും. പണ്ട് മോശ പറഞ്ഞില്ലേ, എന്താണ്? നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ കഴുതിച്ചു പോന്ന കണ്ടാൽ, ഇവിടെ പറയുകയാണ് നമ്മളോട്, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനുകൾ പൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മകൊണ്ട് കീഴടക്കണം. എന്താണ് ഈ തീക്കനൽ? സുഭാഷിതം 25-ാം അധ്യായത്തിന്റെ 21-22 തിരുവചനങ്ങളിൽ പറയുകയാണ്, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. അതേ അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ ഇട്ട് കൊടുക്കും. ഹല്ലേലൂയ. ആ തീക്കനൽ പശ്ചാത്താപത്തിന്റെ തീക്കനലാണ്. ഹല്ലേലൂയ. നീ ക്ഷമിക്കുമ്പോൾ അവനെ നീ നേടുകയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി സാക്ഷ്യമാകുക നീ ചെയ്യുക. നിനക്ക് വേണ്ടി കർത്താവ്. ഹല്ലേലൂയ. വായ്പ കൊടുത്തിട്ട് കിട്ടാത്തവനുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ദരിദ്രന് വായ്പ കൊടുത്തവൻ അവന് കടം വീട്ടുന്നത് ആരാണ്? കർത്താവ് കടം വീട്ടുമെന്ന് തിരുവചനം പറയുക. കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കാൻ ഞാൻ പറയും, ഞാൻ കേസ് പിൻവലിച്ചതാണ് ഞാനും കൂടിയിട്ട്. 150 പേരുടെ വണ്ടിച്ചെക്ക് കേസ് കിടക്കുമ്പോൾ ധ്യാനിച്ച് ക്ഷമിച്ച് അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം എന്റെ പണം തന്നു. ഹല്ലേലൂയ. കേസ് ഞാൻ വിട്ടോൾ ചെയ്തപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് അടുത്ത എലിയ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു തീരുമാനം എടുത്തേ. ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പേ നീ ഊതാശ്വസിക്കാൻ ഒരുങ്ങുമ്പോൾ, കുഞ്ഞുങ്ങളുടെ മാമോദീസ നടത്തുന്നില്ലേ, കുഞ്ഞുങ്ങളുടെ ശരീരാപരം നടത്തുന്നില്ലേ, വീടുകളിൽ എന്താ സംഭവിക്കുന്നത്? ഉപേക്ഷിക്കണം. പഴയതുപോലല്ല, പുതിയ ഹൃദയമായിട്ട് ഇവിടുന്ന് പോകണം. ആഘോഷം വേണ്ടാന്ന് വെക്കണം. എന്തിന്റെ ആഘോഷമാണ് ഞാൻ പറഞ്ഞത്? മാമോദീസായും ശരീരപരം ഒക്കെ ആഘോഷിക്കണം. പക്ഷേ നിന്റെ ധൂർത്ത് നീ ഒഴിവാക്കണം. എല്ലാവരോടും രമ്യതപ്പെടണം. അവിടെ തൊട്ടേ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താണോ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
മാമോദിസ സ്വീകരിച്ച കുഞ്ഞുങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നോട് ഈ അടുത്ത ദിവസം നമ്മുടെ അച്ഛൻ പറഞ്ഞു, ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ജന്മം നൽകാൻ പോകുന്നതിന് മുമ്പ് മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ തുറന്ന് സ്തുതിച്ചേ. ഈ വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചവർക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കർത്താവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. അങ്ങയുടെ കർത്താവേ വചനം ഇവരുടെ മേലെ അനുഗ്രഹമായിട്ട് മാറ്റണമേ. ഹല്ലേലൂയ, യേശുവേ.